അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ട് ഫിസിക്സ് എക്സാമിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് SLCക്കാർക്കുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് നാളെ രാവിലെയാണ് പരീക്ഷ നിങ്ങൾക്ക്. ഇപ്പോൾ ഇന്നാണ് വീഡിയോ ഇടുന്നത്, കാരണം കുറച്ച് ക്ഷീണമാണ് അതിനോണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 ദിവസം കിട്ടിയിട്ട് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ഫിസിക്സിനൊക്കെ 1.5 ദിവസം എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നു വേണ്ട. അപ്പോൾ നമ്മളെ അവസ്ഥയ്ക്ക് ആലോചിച്ച് നോക്കുക, 14 ചാപ്റ്റർ ഉണ്ട്, 1.5 ദിവസം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഒന്നുമില്ല, കാരണം കഴിയും. ഫിസിക്സൊക്കെ സിമ്പിളാണ്. പറയുകയാണെങ്കിൽ 8 ചാപ്റ്റർ 7 ചാപ്റ്റർ ഒറ്റയുള്ളത് ഞാൻ മറന്നു വയ്ക്കും, 2 കൊല്ലമായില്ലേ. അപ്പോൾ 8 ചാപ്റ്റർ ആണെന്നാണ് തോന്നണേ. ഒന്നും പറയില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കണ്ടതിന് അപ്പോൾ തൊട്ട് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ അതൊന്നും നോക്കണ്ട. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണോ അപ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എക്സാമിനറിൻ്റെ ലൈവാണ് തന്നെ പറയാം. അതൊരിക്കലും ഒരു പ്രൊമോഷനായിട്ട് എടുക്കരുത്, കാരണം എക്സാമിനറാണ് ഞാൻ ഫിസിക്സ് ആദ്യം മുതലേ കാണുന്നത്. അലക്സ് സാർ മാത്രമാണ് ഇതിലെടുക്കുന്നത്. ഇതിൽ എക്സാമിനറിൽ ഇപ്പോൾ 7 മണിക്കൂറിൻ്റെ ലൈവ് എടുക്കുന്നത്. ഒരു 7 മണിക്കൂറിൻ്റെ ലൈവ് ഇന്നലെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പെട്ടെന്നൊന്ന് കണ്ടു തീർക്കുക. അപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കാണണമെങ്കിൽ 2x ഒക്കെ ഇട്ട് കാണുക, പിന്നെ ഫുള്ള് കാണാനൊന്നുണ്ടാവില്ല. 7 മണിക്കൂറിൻ്റെ ലൈവ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ കുറേ സമയമൊക്കെ ബ്രേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു 6 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം കണ്ട് തീർക്കാൻ നോക്കുക. പിന്നെ 7:00 ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഉണ്ട്, അതും കാണുക. പിന്നെ ഞാനൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ SLCൻ്റെ ടൈമിലൊക്കെ ഞാൻ 3 മണിക്കൊക്കെ എണീറ്റിരുന്നു രാവിലെ. ആ പരീക്ഷൻ്റെ ടൈമിൽ 3 മണിക്ക് എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, 3-4 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും അലാറം വെച്ചിട്ട് ഇങ്ങോട്ട് കോൾ ചെയ്യും, കാരണം എന്നിട്ട് 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എണീക്കും. ഞാൻ സത്യം പറയല്ലോ, ഒരു 6 മണിക്കൂറെങ്കിൽ മിനിമം ഉറക്കം വേണം. ഉള്ള ഒരു 6 മണിക്കൂറെങ്കിൽ മിനിമം ഉറക്കം വേണം. എക്സാമിൻ്റെ ടൈമിൽ ഒരു 5 മണിക്കൂർ മാക്സിമം കുറയ്ക്കുകയാണ്. നിങ്ങൾ ചിലർക്ക് ഉറക്കം കഴിഞ്ഞ് പോകുന്നൊക്കെ വിചാരിക്കും. ഞാൻ ഉറക്കം കഴിഞ്ഞ് പോയിട്ടുണ്ട്, പക്ഷേ മെയിൻ എക്സാമിനൊന്നും ഞാൻ ഉറക്കം കഴിഞ്ഞ് പോകില്ല, കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഭയങ്കര ക്ഷീണമായിരിക്കും. എനിക്ക് ആ ഉറക്കം കഴിഞ്ഞ് പോയ പരീക്ഷയ്ക്ക് അത്യാവശ്യം ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു നേരത്തെ നിൽക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 5 മണിക്കൂറെങ്കിൽ ഉറങ്ങുക. പിന്നെയെന്ന് പറഞ്ഞാൽ കീ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഇത് ന്യൂമറിക്കൽസൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ന്യൂമറിക്കൽസ് അധികം ഉണ്ടോയെന്നറിയില്ല 10. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാറ്റെന്ന് കരഞ്ഞപ്പോൾ സ്റ്റക്കായിപ്പോയി. അപ്പോൾ പറയുകയാണെങ്കിൽ എത്ര തന്നെ വരാനുള്ളൂ, മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ തിയറി പാട്ടൊക്കെ, ഫിസിക്സിൽ തന്നെ തിയറി പാട്ടൊക്കെ എന്തായാലും എഴുതി പഠിക്കുക. AC-ൻ്റെ ജനറേറ്ററിൻ്റെ വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ഡയഗ്രാംസൊക്കെ ഒന്ന് വരച്ച് നോക്കി പഠിക്കുക. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി പഠിക്കുക. പിന്നെ എല്ലാത്തിൻ്റെ PDF ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിക്കുക. ഈ നോട്ട്സിൻ്റെ ഒക്കെ ഫുള്ളൊന്നും നിങ്ങൾക്ക് എഴുതി പഠിക്കുന്നില്ല. മാക്സിമം തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കട്ടോ മാക്സിമം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പഠിച്ചിട്ട് പിന്നെ ലാസ്റ്റിക്ക് ഒന്ന് ആ PDF ഒക്കെ എടുത്തിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ ആ PDF ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. എന്ന് വെച്ച് സ്ട്രെസ്സായിട്ട് ഇത് മൊത്തം നോക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കണ്ട. രാവിലെ എണീക്കുകയാണെങ്കിൽ സാവധാനം റിവൈസ് ചെയ്യാൻ കഴിയും. രാവിലെ നേരത്തെ എണീക്കാനാണ് നല്ലത്, പക്ഷേ നേരത്തെ എണീക്കാൻ കഴിയാത്തവർക്കൊക്കെ രാത്രി ഇരിക്കാനാണ് നല്ലത്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിൽ ഉറക്കും. പിന്നെ ഞാൻ അപ്പോൾ അത്ര തന്നെ ഫിസിക്സിൻ്റെ പ്ലാനൊക്കെ പറയാനുള്ളൂ. ജസ്റ്റ് ഒരു 1.5 ദിവസം കൊണ്ട് A+ സിമ്പിളായിട്ട് നിറയും. അത് മാത്രമല്ല ലിബറലായിരിക്കും, എന്തായാലും ലിബറലായിരിക്കും. SLCക്ക് എന്തായാലും ലിബറലായിരിക്കും. കാരണം ഇപ്പോൾ +2 +1 നല്ല ടഫായ രീതിക്ക് കുറേ കുട്ടികളൊക്കെ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം ലിബറലാക്കാനാണ് ചാൻസ്. +1 +2 ആക്കാമെന്ന് അറിയില്ല, കാരണം അതിൽ ട്രിപ്പിൾ വാല്യൂഷൻ ഒക്കെ ഉണ്ട് +2-ൽ. 10 നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ പേടിച്ച് മാർക്ക് കുറയ്ക്കരുത്, അത്രയ്ക്ക് പറയാനുള്ളൂ. എന്തായാലും കിട്ടും മച്ചാനെ. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മളെ കൊണ്ട് കഴിയുന്ന വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് പലതും ഉണ്ട്, എന്നാലും ഇതൊക്കെ കഴിയും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ലാസ്റ്റിക്ക് ഒന്ന് കാണിച്ചിട്ട്, കുറേ ആൾക്കാർ പറയുന്നത് എഡിറ്റിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും റിസൾട്ടിൻ്റെ വീഡിയോ ഇപ്പോൾ വരും, അതൊക്കെ ഒന്ന് കണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഞാൻ എന്താണ് ആ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അത് കുറേ കൊല്ലം, ഒരു 1 കൊല്ലം മുന്നിട്ടിട്ട വീഡിയോ ആണ്. അപ്പോൾ പിന്നെ ഇപ്പോഴേക്ക് SLCൻ്റെ റിസൾട്ട് 2023 സെർച്ച് ചെയ്തിട്ട് കിട്ടില്ല, കാരണം കുറച്ച് കൊല്ലം കഴിഞ്ഞില്ല, 2 കൊല്ലം കഴിഞ്ഞില്ല. അതിനോട് തന്നെ സെർച്ച് ചെയ്തിട്ടില്ല. അതിനോട് ആ വീഡിയോ ഡൗൺലോഡ് ആക്കിയത്. എൻ്റെ രജിസ്റ്റർ നമ്പറാണ്, എൻ്റെ പേരുമാണ്. എൻ്റെ സ്കൂൾ തന്നെയാണ് PMSI BTHS കാക്കോ. ഞാൻ എഡിറ്റിംഗ് ആണെന്നും പറഞ്ഞ് വരല്ലേ. പിന്നെ ചോദിച്ചാൽ കുറച്ച് ആൾക്കാർ ഗ്രേസ് മാർക്ക് ഉണ്ടോയെന്ന് വെച്ചിന്, മച്ചാനെ ഗ്രേസ് മാർക്കൊന്നും ഞാൻ നിൽക്കല്ലേ, വീട്ടിൽ നിന്ന് പോലും പണിയെടുക്കല്ലേ. പിന്നെ അവിടെ പോയിട്ട് കൃഷി നനയ്ക്കാനും ചെടി നനയ്ക്കാനും അവിടെ പോയി ഡോറിന് കാവലിക്കാനും എന്നെ കൊണ്ട് കഴിയില്ല. സ്കൗട്ട് JRC അതിനൊന്നും ഞാൻ നിൽക്കില്ല. പഠിച്ച് മാർക്ക് ഉണ്ടാക്കുക, അല്ലാതെ വെറുതെ അവിടെ പോയി പണിയെടുത്തിട്ട് നമ്മളിങ്ങനെ പണിയെടുക്കുക. ഒരു 2-4 മാർക്ക് തരും, അതിനുവേണ്ടി പണിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അത് വേറെ കാര്യം. വിശ്വാസമുണ്ട്, ദൈവത്തിലൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ പണിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതിനോട് ഗ്രേസ് മാർക്ക് ഒന്നുമില്ലായിരുന്നു, അത്യാവശ്യം പഠിച്ചുണ്ടാക്കി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. ഫുൾ A+ കിട്ടാൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്.
സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ചാനലുണ്ട്. ഗൈസ് ഓൾ ദി ബെസ്റ്റ്. ന്യൂമറിക്സ് അധികം ഉണ്ടോയെന്നറിയില്ല 10. എന്ത് തേങ്ങ വെച്ചാണ് കുഞ്ഞിട്ടുണ്ടാക്കണേ? ഞാൻ പറഞ്ഞേ മറന്നുപോയി തേങ്ങ.